ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി എക്സ്പയറി ഡേ ആയിരുന്നു. അത്യാവശ്യം നിഫ്റ്റി മൂവ്മെൻ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പോയിൻറ്റ്സൊക്കെ കിട്ടാനുള്ള വകുപ്പൊന്ന് നിഫ്റ്റി തന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഈ സ്ട്രൈക്കിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ബിറ്റ് കോയിൻ്റെ ട്രേഡും കൂടി ഞാൻ ഇവിടെ ഇട്ടേക്കാം. അത് ഇന്നലെ നമുക്കൊരു $1100 ഒരു പ്രോഫിറ്റാണ് അവർ കൊണ്ടുവന്നേക്കണത്. പിയിലേക്കും സിയിലേക്കും ഉണ്ടായിരുന്നു. രണ്ടും ഞാൻ ഇട്ടേക്കാം. ഒരെണ്ണം നമുക്ക് എക്സാക്റ്റ് പ്രോഫിറ്റ് ആയിരുന്നു $250. ഒരെണ്ണം അൺലിമിറ്റഡ് ആയിട്ട് ഭയങ്കര വൺ വേയിൽ തന്നെ ഒരു $1100 വന്നിട്ടുള്ള ഒരു ട്രേഡായിരുന്നു. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കിടക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എനിക്ക് എന്നിട്ട് യൂസർ ID സെൻഡ് ചെയ്ത് തരിക. ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഫ്രീ ആയിട്ട് BTCയുടെ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും. നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ഇതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് 25450 25450 നോക്കുക. 4 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വൺ വേയിൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇടുന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയണത്. നമുക്ക് ഫസ്റ്റ് ട്രേഡ് തന്നെ ശരിക്കും 50 പോയിൻ്റാണ്. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 പോയിൻ്റ് കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെ പണ്ട് കാര്യമില്ല. എല്ലാവരും ഇതൊന്നും എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. എല്ലാവർക്കും 50 പോയിൻ്റ് എല്ലാതും പിടിക്കാൻ നിർബന്ധമില്ല. അപ്പോൾ ഇതിനൊരു കട്ടായിട്ടാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ ഇട്ടേക്കണത്. മനസ്സിലായാലേ. ഫസ്റ്റ് ട്രേഡ് ഇവിടെ എടുക്കണം. രണ്ടാമത്തെ ട്രേഡ് വേറൊരു പ്രൈസ്. രണ്ടാമത്തെ ട്രേഡ് നമുക്ക് SL ആണ്. അതിനുശേഷം റീ എൻട്രിയിലൊരു പ്രോഫിറ്റ്. പിന്നെ മൂന്നാമത്തെ ട്രേഡ് വേറൊരു പ്രൈസിൽ എൻട്രി. അങ്ങനെ ഒരു പ്രോഫിറ്റ് പിന്നെ. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു ചാനലുണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങളെ കൊണ്ടും പറ്റുന്ന പരിപാടിയാണ്. ഒരു ട്രേഡ് എടുത്ത ശേഷം 1 മണിക്കൂറും 2 മണിക്കൂറും അത് നോക്കിയിരിക്കണമെങ്കിൽ ഭേദം നമുക്ക് ഓരോരോ എൻട്രി പോയിന്റുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ഒരെണ്ണം എക്സിറ്റ് അടിച്ചിട്ട് ഒരെണ്ണത്തിൽ കയറാൻ പറ്റും. മനസ്സിലായാലേ. പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യങ്ങളില്ല. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുക കേട്ടോ. ഒന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. എൻ്റെ ഒപ്പം ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ 10 മിനിറ്റാണ് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ആദ്യം ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്യണം, പിന്നെ റെഡ് ക്യാനിൽ റിജക്റ്റ് ആക്കണം. എന്നാലാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുക. എൻട്രി പിന്നെയാണ് വരണത്. കണ്ടീഷൻ ഫസ്റ്റ് അത് ആക്ടിവേഷൻ നടക്കണം. അവിടെ നമുക്ക് കാണണം ഫസ്റ്റ് ഗ്രീൻ ക്യാനിൽ കയറി പിന്നെ റെഡ് ക്യാനിൽ കയറി കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി ട്രേഡ് എടുക്കണം. എല്ലാതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുത്ത് വരേണ്ടത്. എൻ്റെ ഒപ്പം 10 മിനിറ്റാണ് ഹോൾഡിംഗ് ടൈം. SL അടിച്ച് ഇറങ്ങുക. 10 പോയിൻ്റാണ് നിഫ്റ്റിയിൽ SL വരുന്നത്. അത് നമുക്ക് ടോട്ടൽ 4 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 4 ട്രേഡും കൂടി അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ വരച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഗൂഗിൾ മീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് മാർക്കറ്റിനെ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ട്രേഡാണ്. ലാസ്റ്റ് ട്രേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ലാസ്റ്റ് ട്രേഡ്. അപ്പോൾ ട്രേഡ് നിങ്ങൾ നോക്കുക കേട്ടോ. മാർക്കറ്റ് മുകളിലാണ് നിൽക്കുന്നത്. ക്യാൻഡിൽസ് അടിയിലേക്ക് വരണം. അടിയിലേക്ക് വന്ന് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുക്കുക. ഇനിയിപ്പോൾ അടിയിലേക്ക് വല്ലാണ്ട് ഇറങ്ങി തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുക്കുക. ഓരോരോ പോയിന്റിൽ പിന്നെയും എൻട്രികൾ എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പിന്നെയും ഈ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഭയങ്കര വോളാറ്റിലായിരിക്കും കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി ചിലപ്പോൾ കിട്ടണത് ചിലപ്പോൾ തെറ്റായി പോവാം. ചിലപ്പോൾ SL അടിക്കാം. ലാസ്റ്റ് ടൈമിനൊക്കെ SL ഒരു സംഭവം തന്നെയാണ്. കാര്യം SL വരാൻ സാധ്യതകളുണ്ട്. ലാസ്റ്റ് ടൈം ട്രേഡ് ചെയ്യുമ്പോൾ മോർണിംഗ് സെക്ഷൻ അവസാനിപ്പിച്ച് ആഫ്റ്റർനൂൺ സെക്ഷൻ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അത് എക്സ്പയറി ഡേയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു വട്ടം ക്യാൻഡിലേൻ്റെ മുകളിൽ പിന്നെയും കയറിയിട്ട് ഈ 4ാമത്തെ ട്രേഡ് ആക്ടിവേഷൻ നടന്നു കൊടുത്ത് പിന്നെയും ഒരു ആക്ടിവേഷൻ നടന്നു. റെഡ് ക്യാനിൽ മുകളിൽ വെച്ചത് 4 മിനിറ്റിൽ ലിമിറ്റിൽ വന്നു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. 5 മിനിറ്റ് ലിമിറ്റിൽ വന്നാലും എടുത്തോളാം ഞാൻ പറയാറ്. അവിടെ നമുക്ക് എടുക്കാം. അതൊരു 1:1 പോയിക്കണത്. പക്ഷെ 1:1 വന്നിട്ടുള്ളൂ. അത് 72 രൂപ ട്രേഡാണ് കേട്ടോ. 85 വരെ പോയിട്ടുണ്ട്. പിന്നെയും എല്ലാം അടിയിലേക്ക് പോയി. പിന്നെ തിരിച്ച് കയറുന്ന സമയത്ത് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റും. അത് കിട്ടിയില്ലെങ്കിൽ മുകളിലെടുക്കാം. മുകളിലെടുത്ത് കഴിഞ്ഞാൽ SL പോകും. പിന്നെയും എല്ലാം അടിയിലേക്ക് പോയി തിരിച്ച് കയറുന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു എൻട്രി എടുക്കാം. അത് ഫുൾ ടാർഗറ്റ് പോയി കാണുന്നതാണ്. അതായത് അത് 57 രൂപ ട്രേഡാണ്. 57 109 110 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടാർഗറ്റാണ്. ബേസിക്കലി നിങ്ങൾ അതൊന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ രാവിലത്തെ ഈ ട്രേഡുകൾ 4 വന്നിട്ടുണ്ട്. 4 വട്ടം ഒരു ചാൻസ്. ഒരൊറ്റ സ്ട്രൈക്കിൽ 4 വട്ടം ചാൻസ്. അപ്പോൾ 4 വട്ടത്തിൽ കൂടിയിട്ട് നമുക്ക് 3 പ്രോഫിറ്റ് കിട്ടാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ കളക്ട് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ടൈമിലിരിക്കുമ്പോൾ ഈ വോളറ്റിലായിരിക്കും കാര്യങ്ങൾ. SL പോയിട്ടൊക്കെ ആവും പ്രോഫിറ്റിക്ക് പോവുള്ളൂ. അതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. എക്സ്പയറി ഡേ ട്രേഡിലൊക്കെ എക്സ്പയറി ഡേ ടൈമിലൊക്കെ ലാസ്റ്റ് ടൈം ട്രേഡ് ചെയ്യുമ്പോൾ SL അടിയിലേക്ക് അടിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ പോവുക. വൺ വേല തന്നെ പ്രോഫിറ്റ് കിട്ടുക. എല്ലാ വില ഉള്ളത് തന്നെയാണ്. സൈഡ് വേസ് മാർക്കറ്റിൽ അത് SL അടിക്കും എന്നിട്ടാണ് പോവുള്ളൂ കേട്ടോ.
പിന്നെ വേറെ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഓടിക്കൊന്നും വന്നിട്ടില്ല. ചിന്തിക്കേണ്ട കാര്യമില്ല. 35,000 എൻ്റെ പ്രൈസ് ഒന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്നത് സെൻസസ് ആണ് 83,500 83,500 2 വട്ടം ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡിൽ നമുക്കൊരു 120 പോയിന്റ്, സെക്കൻഡ് ട്രേഡിൽ ഒരു 100 പോയിന്റ് വന്നിട്ടുണ്ട്. സെക്കൻഡ് ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നാലേ കിട്ടുള്ളൂ കേട്ടോ. 10 ക്യാൻഡിൽ ഇറങ്ങാന്നുണ്ടെങ്കിൽ അത് 10 ക്യാൻഡിൽ ഇറങ്ങാന്നുണ്ടെങ്കിൽ ഒന്ന് കോസ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു ലോസ്, അങ്ങനത്തെ ഒരു ഘടനയിലാണ് രണ്ടാമത്തെ ട്രേഡ് ഇറങ്ങാൻ പറ്റുക. വെയിറ്റ് ചെയ്തിരുന്നാലാണ് അത് പ്രോഫിറ്റിക്ക് പോകുള്ളൂ. സൈഡ് ഞാൻ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് സൈഡ് റിസ്ക് ആണെന്നാണ് പറഞ്ഞത് ഞാൻ. അപ്പോൾ സൈഡിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന്. പിന്നെ ഇന്നലെ നമ്മൾ ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ഇന്നും ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടില്ല, കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ കൊടുത്തത് 2 സൈഡിക്ക് ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. രണ്ടിലും നമുക്ക് 1:1, 1:1, 1:2 രണ്ടും ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം ഇന്നലത്തെ കേട്ടോ. ഫുൾ ടാർഗറ്റ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഒരു പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഈസി എന്ന് പറയുമ്പോൾ ഞാൻ ഇത് ചെയ്യണ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസിയായി തോന്നണതാണ്. സംഭവം അത്ര ഈസി അല്ല. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ് പ്രോപ്പർ നോളജ് ആയാലാണ് ഈസി ആവുള്ളൂ. ഇപ്പോൾ പലരും കണ്ടിന്യൂസ്ലി മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസം 3 മാസം കണ്ടിന്യൂസ്ലി നമ്മുടെ ഒപ്പം ഫ്രീ ഗ്രൂപ്പിൽ ഇരുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. കണ്ടീഷൻ മനസ്സിലാവാണ്ട് എടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതൊന്നും പാടില്ല. നിങ്ങളുടെ ക്യാപിറ്റലാണ്, നിങ്ങളുടെ പൈസയാണ്. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. ഞാനൊരു പ്രൈസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രീൻ ക്യാനിൽ ഫസ്റ്റ് കാരണം രണ്ടാമത് റെഡ് ക്യാനിൽ വരണം എന്നല്ല ഞാൻ പറയണത്. റെഡ് ക്യാനിൻ്റെ ബോഡി ക്ലോസ് എപ്പോഴാണോ ഈ പറഞ്ഞ ഞാൻ തന്ന പ്രൈസിൻ്റെ മുകളിൽ, ഞാൻ എൻട്രി തരുന്ന പ്രൈസിൻ്റെ മുകളിൽ എപ്പോഴാണോ റെഡ് ക്യാനിൻ്റെ ക്ലോസിങ് വരുന്നത് അതിന് ശേഷമാണ് എൻട്രി എടുക്കേണ്ടത്. അതാണ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോ. എന്നാലാണ് നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. അവിടെ ഒരു ബൈയിങ് പ്രഷർ വരണമെങ്കിൽ അങ്ങനത്തെ സിനാരി നടക്കണം. ട്രെൻഡിങ് മാർക്കറ്റിൽ സംഭവം കയറി പോകും. എന്നാലും നമ്മൾ ട്രെൻഡിങ് മാർക്കറ്റിൽ ഇങ്ങനെ നോക്കുക മാക്സിമം. സൈഡ് വേസിൽ നമ്മൾ അത്യാവശ്യം പിടിച്ച് ട്രേഡ് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലോട്ട് ഇടയ്ക്ക് കൂട്ടാൻ പാടില്ല. പിന്നെയും പറയാണ് ഞാൻ, ഇപ്പോൾ 2 ലോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കണ്ടിന്യൂസ്ലി 2 ലോട്ട് ചെയ്യുക. 10 ലോട്ടിന് ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂസ്ലി എല്ലാ ട്രേഡും 10 ലോട്ടിന് ചെയ്യുക. ഞാൻ പറയും എവിടെയാണ് കുറയ്ക്കേണ്ടത്. ഇപ്പോൾ സൈഡ് ഞാൻ എടുക്കാൻ പറഞ്ഞത് 1 ലോട്ടിലാണ്. നിങ്ങൾ എടുക്കണ ലോട്ടൊന്ന് പകുതിയാക്കുക, എന്നിട്ട് സൈഡ് എടുക്കുക ആക്റ്റീവ് ആവുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു. ആക്ടിവേഷൻ ഒന്നും ആയിട്ടില്ല. ഇന്ന് പി ആണ് മാർക്കറ്റ്. പക്ഷേ ലോട്ട് കുറച്ച് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് സൈഡ്. അപ്പോൾ അങ്ങനെ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ലോട്ട് കുറയ്ക്കുക. അല്ലാതെ നിങ്ങൾ നോർമൽ എടുക്കണ ലോട്ട് എല്ലാ ട്രേഡിലും എടുക്കാൻ നോക്കുക. നിങ്ങൾ എടുക്കണ ലോട്ടിന് ഇടയ്ക്കിടയ്ക്ക് കയറ്റാനും കുറയ്ക്കാനും നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ വലിയ വലിയ ലോസുകൾ വരും. പ്രോഫിറ്റ് 1 മാസം കൊണ്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് നിങ്ങൾ 1 ദിവസം കൊണ്ട് കളയും. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ മനസ്സിലാകേണ്ടാവും വിചാരിക്കും ഞാൻ പറയണത്. കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കട്ടെ, എന്നാലാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഇരിക്കുള്ളൂ. പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത് പ്രൊട്ടക്ട് ചെയ്യണതിലാണ് ഒരു ട്രേഡറിൻ്റെ ബുദ്ധി. അപ്പോൾ ലോട്ട് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രി എടുക്കുന്നത് അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ 2 കാര്യത്തിനേക്കാളും വലുതാണ് എക്സാക്റ്റ് എൻട്രി എടുക്കൽ. ഞാൻ പറയണത് എൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ ഫോളോ ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. എനിക്ക് അവട്രി വെഡിങ് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. പല ആൾക്കാരും പല രീതിയിലും പറയുന്നുണ്ട്. പലതും ശരിയാണ്, പലതും തെറ്റായിരിക്കാം. പക്ഷേ അത് നമുക്ക് പറയേണ്ട കാര്യങ്ങളില്ല. എൻ്റെ ഫോർമാറ്റ് ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മേ ബി ഇത് ഫോളോ ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. അത് പ്രാക്ടീസ് ചെയ്ത് വന്നാലാണ് പറ്റുള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച സംഭവങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓൾറെഡി സെറ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെറ്റാവാൻ ഇത്തിരി ടൈം എടുക്കും, അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾ സെറ്റാക്കിയിട്ട് നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ വെള്ളിയാഴ്ചയാണ് ട്രേഡിങ് ലാസ്റ്റ് ഡേ ആണ്. പിന്നെ നമുക്ക് തിങ്കളാഴ്ചയാണ് ഉള്ളത്. അപ്പോൾ നല്ല ട്രേഡുകൾ കിട്ടട്ടെ. നാളെ പ്രീമിയം ഇത്തിരി ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ക്യാപിറ്റലൊക്കെ ആഡാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുക. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരു പേപ്പർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് പൊസിഷൻ വെക്കുക. എന്നിട്ട് നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി. അത് ഞാൻ ട്രേഡ് എടുക്കാമെന്ന് പറയണമെന്നില്ല. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.